ഹായ് ഹലോ ഫ്രണ്ട്സ്, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചുക്കോനിയാണ്. ചുക്കോനി എന്താണെന്നായിരിക്കും അല്ലേ? അതിപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ അത് നിങ്ങൾക്കും പഠിക്കണ്ടേ? എന്നാ വേഗം വായോ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ചുക്കോനി ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ. യോഗട്ട് അഥവാ തൈര്, 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞു വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു പിടി മല്ലിയില. മല്ലിയിലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഒരു വലിയ സവോള ആണ് എടുത്തേക്കുന്നത്. ഇതൊരു നേപ്പാളി ഡിഷാണ് കേട്ടോ. നേപ്പാളി ഡിഷാന്ന് കേട്ടിട്ട് ആരും പേടിച്ചോടണ്ട. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്, ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് കാണിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ അവസാനം ഒരു താളിപ്പ് ഉണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പം എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് ആവശ്യത്തിനുള്ള തൈര് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇത് കട്ടി തൈരാണ്, നല്ല കട്ടയ്ക്കിരിക്കുവാണ്. ഇതിൻ്റെ കട്ടയൊക്കെ നമ്മളൊന്ന് ഉടച്ചു കൊടുക്കണം. ഇത്രയും മതിയാവും തോന്നുന്നു, പോരെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. ഞാനൊരു വിസ്ക് കൊണ്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാൻ പോവാണ്. വിസ്കോ ഫോർക്കോ ഒക്കെ എടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുക്കല് കേട്ടോ. മിക്സിയിലിട്ട് അടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് വെള്ളം പോലെ ആയിപ്പോവും. ഇതിപ്പോൾ ഞാൻ ഈ വിസ്ക് കൊണ്ട് തന്നെയാണ് ഉടച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തേക്കുന്ന ക്വാണ്ടിറ്റി വെച്ചിട്ട് കുറച്ചുകൂടെ തൈര് വേണം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. കുറച്ചുകൂടെ ആഡ് ചെയ്യുവാണ് തൈര്. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പം നമ്മുടെ തൈരൊക്കെ ഇവിടെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയും പൊട്ടറ്റോയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ സവോള ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ സലാസിനൊക്കെ അറിയില്ലേ, അല്ലെങ്കിൽ റൈത്തയൊക്കെ ഉണ്ടാക്കാൻ അരിയുന്ന പോലെ നീളത്തിലൊന്ന് സ്ലൈസ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ, ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല കേട്ടോ, ട്രാവൽ വീഡിയോസും ഉണ്ട്. ധാരാളം ട്രാവൽ വീഡിയോസ് ഉണ്ട്. പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡ് വ്ലോഗിൻ്റെ ഒരു സീരീസ് തന്നെയുണ്ട്. അപ്പോൾ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പം നമ്മുടെ ഓനിയൻ ഇവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പൊട്ടറ്റോ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോ നമ്മൾ ചതുര കഷ്ണങ്ങളായിട്ടാണ് മുറിക്കുന്നത് കേട്ടോ, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്. പൊട്ടറ്റോ സാലഡ് കഴിച്ചിട്ടുള്ളവർക്കറിയാം, അതിൽ നമ്മൾ സാലഡിന് ചേർക്കാൻ വേണ്ടി കട്ട് ചെയ്യുന്ന പോലെയാണ് പൊട്ടറ്റോ. ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇത് മുഴുവൻ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2 പൊട്ടറ്റോയും ഞാനിവിടെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് മല്ലിയില അരിഞ്ഞെടുക്കാം. അപ്പം മല്ലിയില ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തേക്കുവാണ്. അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ച തൈരിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പാണേ. ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടായിരുന്നു പുഴുങ്ങിയത്. അപ്പോൾ ഇപ്പം ഞാൻ 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് നോക്കിയിട്ട് പിന്നാലെ ചേർക്കാം. കൂട്ടത്തിൽ 1 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. സാധാ മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂണോ വിസ്കോ ഒക്കെ ഉപയോഗിച്ച്. ഇത് നല്ല കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത കൂട്ടത്തിൽ കട്ട് ചെയ്ത് ചേർക്കാം. പക്ഷെ ഞാനത് ചേർക്കുന്നില്ല. എനിക്ക് ഇങ്ങനെ ഈ ചില്ലി പൗഡർ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. കാരണം കുട്ടികൾക്കും മുളകൊക്കെ കടിക്കുമ്പോൾ അവർക്ക് കഴിക്കാനൊരു മടിയാണ്. ഇപ്പം നമ്മുടെ തൈരിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഓറഞ്ചിഷ് റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അത് ഞാൻ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണേ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തത് സവോളയാണേ.
അതും ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ചുക്കോനി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എടുക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് കേട്ടോ, ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനേക്കായി. അടുത്ത ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയിലയും കൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു താളിപ്പ് ഉണ്ടാക്കണം. ഈ കറി ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒരു കൂട്ടാനും വേണ്ട, നമുക്ക് ഈ ഒരൊറ്റ കറി മാത്രം മതി. അപ്പൊ നമുക്ക് പോയി ഇതിൽ ചേർക്കാനുള്ള താളിപ്പ് ഉണ്ടാക്കാവേ. താളിപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുകെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. കണ്ടില്ലേ, നിങ്ങളുടെ കയ്യിൽ കടുകെണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുക. വെളിച്ചെണ്ണയിൽ ഇത് ചെയ്ത് അത്ര സ്വാദ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലർ ഇതിനകത്ത് കടുക് ഉപയോഗിക്കാറില്ല, പക്ഷെ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആയിട്ട് ചേർക്കുന്നത് കുറച്ച് കസൂരി മേത്തിയാണ്. അത് നമ്മുടെ കൈവെള്ളയിൽ വെച്ചൊന്ന് ഞെരടി അതിൻ്റെ മണമൊക്കെ ഇറങ്ങി കഴിയുമ്പോഴാണ് അത് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് സ്കിപ്പ് ചെയ്യല്ലേ. അത് കഴിഞ്ഞ് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. അതും കൂടെ ചേർത്ത് പൊടി കരിയുന്നതിന് മുമ്പ് നമ്മളിനി സ്റ്റൗ ഓഫാക്കി കൊടുക്കുവാണ്. എന്നിട്ട് ഇത് നമ്മൾ നമ്മുടെ ചുക്കോനിയിലേക്ക് ചേർക്കുവാണ്. ഇനി നമ്മുടെ താളിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അത് താളിപ്പ് ചേർത്ത ഉടനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ, നമ്മുടെ തൈര് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ചുക്കോനി നല്ല കളർഫുൾ ആയില്ലേ. കളർഫുൾ മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങൾ ആ കസൂരി മേത്തിയുടെ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യല്. സ്കിപ്പ് ചെയ്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കസൂരി മേത്തി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായില്ലേ? ഞാനൊന്ന് പറയാം. ഉലുവയില ഉണക്കി പൊടിച്ചതാണേ. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അത് വാങ്ങാൻ കിട്ടും ഇപ്പം നാട്ടിലാണേലും. അടിപൊളി ലുക്കല്ലേ നമ്മുടെ ചുക്കോനിക്കിപ്പോൾ. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായത് ഞാൻ എല്ലാ ദിവസവും ചോറ് കഴിക്കുന്ന ആളല്ല കേട്ടോ. ഞാൻ വീക്കെൻഡിൽ മാത്രമേ സാധാരണ ഉച്ചഭക്ഷണമായിട്ട് ചോറ് കഴിക്കുള്ളൂ. അപ്പം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ ഞാൻ ലഞ്ചിന് ഒരു നേരത്തെ ആഹാരമായിട്ട് ഇതാണ് കഴിക്കുന്നത്. ലഞ്ചിന് പകരം ഇത് കഴിക്കും. നമ്മൾ സാലഡൊക്കെ കഴിക്കുന്ന പോലെ തന്നെ. ഇത് നേപ്പാളീസിൻ്റെ ഒരു സാലഡാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചോറിൻ്റെ കൂടെ നല്ല സൈഡ് ഡിഷുമാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. പിന്നെ അരമണിക്കൂർ ഇത് വെച്ചിരുന്നിട്ട് സെർവ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത്. മിനിമം അരമണിക്കൂർ. അപ്പം ഞാനിന്നിപ്പോൾ ഇത് കുറച്ച് ചോറിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഇന്ന് കുറച്ച് ചൂട് ചോറിൻ്റെ കൂടെ, എനിക്ക് ക്ഷമയില്ല കേട്ടോ അരമണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ ഈ ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് ചുക്കോനി ഒഴിച്ച് ഒരു പപ്പടം കൂടെ വെക്കുന്നുണ്ട്. പപ്പടമൊക്കെ ആർഭാടാണ് കേട്ടോ, പപ്പടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ചുക്കോനി ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പം ഞാനിത് രണ്ടും കൂടെ കൂട്ടി ഇന്നത്തെ ചോറ് കഴിക്കാൻ പോവാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.